ഇപ്പൊ എങ്ങനെ? അച്ഛൻ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഉറങ്ങുന്നുണ്ട്. ഏട്ടത്തിയോട് ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. എന്ത്? അല്ല, യാത്രയുടെ കാര്യം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതിയല്ലേ? സമ്മർ വെക്കേഷൻ 3 മാസം ഒരു പ്രോബ്ലം അല്ലേ? ആർക്ക്? ഞാൻ മോന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഓ, അതും ചിലപ്പോ ആലോചിക്കാറുണ്ട് അല്ലേ? രാജൻ എന്തായി പറയണേ? 2 കൊല്ലത്തെ ഫെലോഷിപ്പ്, അതും ഹാർവാർഡില്. അത് കിട്ടിയാൽ നിസ്സാരമായി വേണ്ടെന്ന് വെക്കണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. കിട്ടിയെന്ന് ഉറപ്പായിട്ടില്ല. ആവോ. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ തന്നെ ശാപം തുടങ്ങിയിരിക്കുന്നല്ലോ. ദൈവം കണ്ടു. നോ, യു ആർ മിസ്റ്റേക്കൺ. ഞാൻ എന്തിനു ശപിക്കണം? ഫെലോഷിപ്പ് കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ഒരു പോസ്റ്റ് ഓഫർ ചെയ്തെന്ന് വരും. നാളെ അത് ശരിക്കും അർഹിക്കുന്നു. MSc ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക്, 2 കൊല്ലത്തെ റിസർച്ച് എക്സ്പീരിയൻസ്, ബ്രില്യന്റ് റെക്കോർഡ്സ്, ബ്രില്യന്റ്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോഴേക്ക് രാജന് പറ്റിയ വല്ല പോസ്റ്റും അമേരിക്കയിൽ കിട്ടിയാൽ വരാമല്ലോ. എത്ര ആളുകൾ അവിടെ സെറ്റിൽ ചെയ്ത് സ്ഥിരതാമസമാക്കുന്നുണ്ട്. എനിക്കിപ്പോഴുള്ളതൊക്കെ ധാരാളം മതി. വളരെ പരിമിതമാണ് മോഹങ്ങൾ. ആഗ്രഹിച്ചതിലധികം കിട്ടിയെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അസിസ്റ്റന്റിന്റെ പണിക്ക് വന്ന ആളെ ഓഫീസറാക്കിയതിന് മരിച്ചുപോയ എന്റെ അച്ഛനെ ശപിക്കുന്നില്ലല്ലോ. അത് അച്ഛന്റെ ഗ്രേറ്റ്നെസ് ആയിരുന്നു. ആളുകളെ അളക്കാൻ അച്ഛന് കഴിയും. അളവും പിന്നെ കണക്കും. കണക്ക് കൂട്ടുന്നതിലായിരുന്നു കൂടുതൽ വൈദഗ്ധ്യം. നോക്കൂ, വെക്കേഷൻ സമയത്ത് വല്ല ടൂറും ഉണ്ടായാൽ അവനെയും കൂടെ കൂട്ടിയാൽ മതി. ഹി വിൽ ബി ഓൾ റൈറ്റ്. സ്റ്റുഡൻസ് കൺസെഷൻ ഇല്ലേ? വേണമെങ്കിൽ അവന് സ്റ്റേറ്റ്സിൽ വരാമല്ലോ. ഇതിലും ചെറിയ കുട്ടികൾ ട്രാവൽ ചെയ്യുന്നില്ലേ? ആ, ശരിയാണ്. പ്രിവിലേജ് ലീവ് എടുത്ത് രാജനും വരാലോ. ഞാനത് ആലോചിച്ചില്ല. എന്താ ഒരു പരിഹാസം? ഒരു കോടീശ്വരന്റെ മകളായിരുന്നുവെങ്കിൽ നീ എന്താ പറയാന്ന് വെറുതെ ആലോചിച്ചു പോയി. ശനിയും ഞായറും അങ്ങോട്ട് വരാലോ. അങ്ങോട്ടെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക്. നാടൻ ശൈലിയിൽ പറഞ്ഞാൽ സംബന്ധത്തിന്. ഭാര്യയ്ക്കൊരു ഭാഗ്യം വരുമ്പോ അസൂയ തോന്നുന്ന ഒരാളെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വിശ്വസിക്കാൻ പ്രയാസം. അസൂയല്ല, വിശ്വസിച്ചോളൂ. സന്തോഷം. നീ ആകാശത്തേക്കാൾ അപ്പുറം എത്തിയാൽ അതിസന്തോഷം. നോക്കൂ, ഒരു 2 കൊല്ലല്ലേ? 2 കൊല്ലത്തെ വിരഹദുഃഖമല്ല എന്റെ പ്രശ്നം. എന്നും ടൂറും കമ്പനിക്കാരുമായി നടക്കുന്ന ഒരു അച്ഛൻ, ഭൂഗോളത്തിന്റെ മറ്റേ അറ്റത്ത് കഴിയുന്ന അമ്മ. ഇവന്റെ കാര്യമാണ് പ്രശ്നം. പറഞ്ഞത് തന്നെ പറഞ്ഞ് നേരം വെളുപ്പിക്കും. വെക്കേഷൻ മാത്രമാണ് പ്രോബ്ലം. അടുക്കളപ്പണിയും കുട്ടിയെ നോക്കലും മാത്രമാണ് സ്വർഗമെന്ന് കരുതുന്ന ചിലരുണ്ടാവും. ചിലർ. അതത്ര മോശമായ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരുത്തി മതിയായിരുന്നു എന്നിപ്പോ തോന്നുന്നുണ്ടോ? എന്റെ തെറ്റല്ല. സെൽഫിഷ്, അൺഗ്രേറ്റ്ഫുൾ, ഹിപ്പോക്രൈറ്റ്. മുത്തച്ഛൻ മരിച്ചോ? മോൻ ഉറങ്ങിക്കോ.